द्वार बंद करके देवालय के कोने में क्यों बैठा है? अपने मन के अंधकार में सिवा बैठा तो कौन सी पूजा में भक्त हैं? तो तेरा देवता कहाँ चला गया है? ചോദിക്കുമ്പോൾ പറയുന്നു ഈ അതിലല്ല भजन पूजन साधन आराधना इन सबको किनारे रख दे. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ദേ എന്നാണെങ്കിൽ ആരാ കർത്താവോ പറയാതെ അപ്പൊ കാരണം കിനാരെ രഖദേ എന്ന് പറയുമ്പോ അവിടെ അതായത് അത്ര നിന്ദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കിനാരെ രഖദേ എന്നാണ് അല്ലേ? അപ്പൊ ഇതൊക്കെ കടന്നത് അല്ല ഒന്നാം ക്ലാസ്സിൽ അതെ അത്രയല്ലാണ്ടോ ഇത് ആരുടെയാ ആരെയെന്ന് ഓർമ്മയില്ല. ഹരിവംശറായി വെച്ചൊക്കെയാണോ? അല്ല ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയേ. അദ്ദേഹത്തിന്റെ അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഹിന്ദിക്ക് ബംഗാളിലാണത്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷനാണ് അവാർഡ് കിട്ടിയത്. ഇതിന്റെ ട്രാൻസ്ലേഷൻ ജി ശങ്കർ കുപ്പ ചെയ്തിരിക്കണം മലയാളത്തിൽ. ജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ നിജ ദേവാലയമൂലയേന്തിരിക്കുന്നു നീ ബദ്ധകവാടം വ്രതവിരുട്ടൻ കൂടവിരിക്കും നീ ഇരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ ചിലകൊള്ളീര നിമീജിതലോചനം ഒന്ന് തുറക്കൂ നന്നായി നോക്കൂ. ബ്രോഹ്മല്ല വർഷം മുഴുവൻ വഴി നന്നാക്കാൻ വലിയ പരക്കരിക്കൽ പാൽ നുറുക്കിയൊടുക്കം പടിയാളുടൻ ചെന്നവരുന്നു ദൈവം മണ്ണാർന്നിടുകൈകളിലും ഇവിടെ കൂടിയേക്കും. ജീശങ്കർക്കുള്ള ട്രാൻസ്ലേഷൻ പറഞ്ഞപ്പോ എനിക്ക് ഒമ്പതാം ക്ലാസ്സിൽ വേണത്. അതുപോലെ അല്ല ഈ ഝാൻസിറാണിയുടെ ഒരു പാടുണ്ടായിരുന്നു. ഇപ്പൊ നൈനം ചിന്തന്റെ അതിന് 2 വരി എഴുതിയിട്ടുള്ളൂ. നൈനം ചിന്തന്റെ പറഞ്ഞത് മുഴുവൻ എക്കണമെങ്കിൽ 2 വരിയും കൂടി അത് 2 വരി എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റില്. ചിന്തന്റെ ശസ്ത്രാണി അതെ വൈകിട്ട് 2 വരി ഇല്ല. അത് കാരണം അത് 2 വരി ടെക്സ്റ്റിലുള്ളൂ. ഇങ്ങനെ വെള്ളത്തിന് ആയുധങ്ങൾക്ക് കാറ്റിന് ഒന്നിനും നിശ്ചയിക്കാൻ കഴിയാത്തത് അനശ്വരനെ ഇതൊക്കെ ഓർമ്മ വെച്ചിരിക്കുന്നുണ്ട്. എത്ര വെള്ളമായി കഴിഞ്ഞിട്ട് ഏത് പറഞ്ഞ 82 ിന്റെ പാടൊക്കെ ഞാൻ ആ ഒരു പഠിപ്പിക്കലിന്റെ സുഖം കൊണ്ട് ഓർമ്മിച്ചതാണ്. തും മുझे भूल दो मैं तुम्हें आजादी दूंगा. ഓർമ്മയില്ലേ? നിങ്ങൾ നിങ്ങളുടെ രക്തം എനിക്ക് തരൂ. അതാണ് നേതാജിക്ക് യഹ് ശാസൻ സുൻകർ അല്ല ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യം ചേരാൻ സമ്മതിക്കില്ല. കാരണം ജോ ജവാൻ अकेला हो माताजी अकेला हो उसको सेना में न भर्ती किया जाए അല്ല അങ്ങനെ. അപ്പൊ അടുത്ത ആഴ്ച എന്ത് ചെയ്തു വെച്ചാല് അടുത്ത ആഴ്ച അപ്പൊ എന്താ വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഉണ്ട് അവിടെ തന്നെ വന്നിട്ടു ഇയാള്. അപ്പൊ ഇയാൾക്ക് ചോദിച്ചു കഴിഞ്ഞ ആഴ്ച എന്നെ പറഞ്ഞു വിട്ടത്. അപ്പോഴാണ് അങ്കോംശ അംശു ചലചലായിരുന്നു कुएं में कूदकर आत्महत्या करी. रास्ता सेवा की रास्ता में പഠിപ്പിക്കുന്നതിന്റെ അല്ല അന്ന് ഞാൻ പഠിക്കുമ്പോഴേ അതേപോലെ ഞാൻ പഠിപ്പിക്കാൻ പഠിക്കുമ്പോഴേ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കാനല്ല. പരീക്ഷയ്ക്ക് വേണ്ടി അത് രണ്ടുണ്ട്, ടീച്ചിങ്ങും കോച്ചിങ്ങും ഉണ്ട്. അന്ന് ടീച്ചിങ്ങാ
ഇപ്പൊ ഉള്ളത് കോച്ചിങ്ങാണ്. കോച്ചിങ് അതാ വ്യത്യാസം. ടീച്ചിങ് ആണ്. ടീച്ചിങ് മാത്രമല്ല, ടീച്ചിങ്ങിൽ നമ്മളെ ഒരു ലേണറാക്കുക, എന്നെ ഒരു സീക്കറാക്കി മാറ്റുകയാണ്. ഞാൻ കുട്ടി സീക്കറായിട്ടില്ലെങ്കിൽ പഠിക്കില്ല. പഠിക്കുക എന്നുള്ള അതായത് ടീച്ചിങ്ങിനേക്കാൾ നമുക്ക് ലേണിംഗ് നടക്കും. തന്നെ പഠിക്കണം, എന്തിനാ സാധനം വരണം, അതിന് സീക്കറാണ്. 4 ഇതാണ് മുമ്പ് ഈ പറഞ്ഞ ഓർമ്മ വരുന്നത്. കാൽ ഭാഗം പുസ്തകത്തുനിന്ന്, കാൽ ഭാഗം ഗുരുനാഥനിൽ നിന്ന്, കാൽ ഭാഗം സഹപാഠികളിൽ നിന്ന്, കാൽ ഭാഗം കാലക്രമത്തിൽ. വാദം കാലക്രമേണ ചാമാണ് 4ാമത്തെ സമം. പാദം സബ്രഹ്മചാരിക്ക, പാദം കാലക്രമേണ ചാ. മുമ്പത്തെ വരികളിലേക്ക് കൊണ്ടുപോയി. സബ്രഹ്മചാരിക്ക നമുക്ക് മനസ്സിലായില്ലോ. പാദം കാലക്രമേണ അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് ഈ പഠനം എന്നുള്ളത് ബന്ധനത്തിൽ നിന്ന് പുറത്തേക്കാണ്. തത്കർമ്മ എന്ന ബന്ധായ സാ വിദ്യായ വിമുക്തയ, വിഷ്ണുപുരാണത്തിൽ പറഞ്ഞില്ലേ. അപ്പൊ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കും. അതിന് പറ്റിയില്ലെങ്കിൽ വിദ്യാഭ്യാസമല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ബന്ധനം ഉണ്ടാക്കുക, അപ്പം ഒക്കെ പഠിച്ചിട്ട് അതിങ്ങനെ അറ്റാച്ച്മെന്റിലേക്ക് വരിക. വിതൗട്ട് അറ്റാച്ച്മെന്റ് എന്നുള്ള സാധനം ബന്ധനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ. ഞാൻ ഈ കുറേ പരേയും ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തവൈ ബന്ധുമിച്ഛതി. 2 ബന്ധു അർത്ഥം പറയില്ല. ബന്ധുമിച്ഛതിയമേവ സജ്ജന തം ഭവന്തം ഈ ബന്ധുമിച്ഛതി. ശിശോദാഗ്രഹിക്കുന്നുണ്ടാ കാരണം. എന്നിട്ട് പിന്നെ അവിടെ അങ്ങുള്ളോ ആ ഗുണാനുഭവം ഗംഗുലോനം ഗംഗുലോനം മനസ്സിലായോ? ഗംഗുലോനം പിന്നെന്താ? ദ്വി അങ്കുലം മുനം, 2 ഇഞ്ച് കെട്ടാനേ കയറ് 2 ഇഞ്ച് കമ്മിയാണുള്ളത്. ഊനം മൈനസ് അർത്ഥല്ലേ? കുറവ് ഇതാണ് ഗംഗുലോനമട്ടിലും. അപ്പൊ അതിങ്ങനെ കുറേശ്ശെ ഇപ്പൊ സാധിക്കാൻ പോയി. നാരായണീയ രാമായണം അല്ലെങ്കിൽ ഗീത ഇതൊക്കെ കുറേശ്ശെ കുറച്ച് പഠിച്ചോട്ടെ. ഇവിടെ ആ ബഹുമാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വൈകി, അദ്ദേഹത്തിന് വൈകി, അദ്ദേഹം കേൾക്കാനുള്ളൂ. ഇതുപോലെ അറിയുന്ന ആരും ഉണ്ടാവില്ല. പഠിക്കുള്ളത് അതുപോലെ വാർത്താലാപം എന്നൊരു സാധനം ഉണ്ടാവും. ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ വാർത്താലാപം കൺവെർസേഷനാണ്. അപ്പൊ അതില് ഒരാള് ബസ്സിൽ ഇരുന്നിട്ട് അന്ന് ബീഡി വലിച്ചു വെച്ചിട്ടുണ്ട്. ഇയാള് ബീഡി വലിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു വലിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ വേറൊരു പരസ്യത്തിൽ ലളിത് മീനിന്റെ സാരി അതിന്റെ അപ്പുറത്ത് ഇരുന്ന ഗണേഷ് പീഡി ബസ്സിലിരുന്ന ഗണേഷ് പീഡി വലിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വലിക്കുമ്പോ എന്നോട് അച്ഛന് നല്ല ഓർമ്മശക്തിയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട ആകെ അതേ ഉള്ളൂ. കഥകളൊക്കെ ഓർമ്മ ഉണ്ടാക്കാൻ. അല്ല, ഞാൻ വളരെ സത്യമായിട്ട് കേട്ടോ. 9 അടയ്ക്കാൻ വേണം. ഇല്ലേ, കുഴപ്പമില്ല. അത്